നുണ പറയാൻ മടിയില്ലെങ്കിൽ, വഞ്ചിക്കാൻ മടിയില്ലെങ്കിൽ മാവിയേക്കാൾ വലിയ സാമർഥ്യം എനിക്കുണ്ടാവുക എന്ന് പറയുന്നു. ഇദ്ദേഹം നിരന്തരമായി ഷിയായിസം അവരുടെ പിഴച്ച അഖീദയും സഹാബത്തിനെ ചീത്ത പറയുന്ന അഖീദയും നിരന്തരം പറഞ്ഞിട്ടും സമസ്ത എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നത് ഇപ്പോഴും ദുരൂഹമായിക്കൊണ്ട് തുടർന്നൊരു വസ്തുതയാണ്. ഇവർ അവഹേളിക്കുകയാണ്, നിന്ദിക്കുകയാണ്. കുൻതും ഖൈറ ഉമ്മ, അഥവാ അള്ളാഹുവിൻ്റെ ദീനിനെ ആർക്കും മാതൃകയാക്കാവുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി പകർത്തിയ ആളുകളാ സ്വഹാബത്ത്. ആ സ്വഹാബത്തുകൾ ഏറ്റവും ഹൈറായ ഉമ്മത്താണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ സ്വഹാബത്തുകളെ പരസ്യമായി അവഹേളിക്കുന്ന, നിന്ദിക്കുന്ന ഒരു പ്രവണതയാണ് ഈ വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമസ്തക്കതിന് ഉത്തരവാദിത്തമുണ്ട്. ഒരു സഹാബിയെക്കുറിച്ച് പച്ചയായ കളവ് ഈ സമൂഹത്തിൽ പരസ്യമായി പറഞ്ഞിട്ട് ഈ സഹാബി നിന്ന നടത്തിയിട്ട്, ഇത് സിന്ദീഖീങ്ങളുടെ മതനിഷേധികളുടെ ചര്യയാണ്. നമുക്ക് ആദ്യം ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടതിന് ശേഷം വിഷയത്തിലേക്ക് വരാം. മദീനയിലായ മുആവിയ ഒരിക്കലും മദീനയിൽ ചെന്നില്ല. അലിബിൻ അബീ താലിബ് ഒരിക്കൽ പറയണ്ടായി, മുആവിയ ഏറ്റവും വലിയ സാമർഥ്യമുള്ള ആളാണെന്നാണ് വെപ്പ്. നുണ പറയാൻ മടിയില്ലെങ്കിൽ, വഞ്ചിക്കാൻ മടിയില്ലെങ്കിൽ മുആവിയേക്കാൾ വലിയ സാമർഥ്യം എനിക്കുണ്ടാവുക എന്ന് പറയുന്നു. കണ്ടല്ലോ മലിക് സലഫി. സമസ്ത നേതാവ് സി ഹംസയുടെ ഒരു മുഹറം 10 കർബലയുമായി ബന്ധപ്പെട്ടൊരു പ്രഭാഷണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതിൽ സഹാബികളായ അല്ലെങ്കിൽ പ്രമുഖരായ സഹാബിവര്യനെ കളവാക്കുന്ന രൂപമാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു വിശദീകരണം നമുക്ക് ആവശ്യമാണ്. ഈ സി ഹംസയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പലതവണ നമ്മൾ ഈ പ്രൂഫ് പോയിന്റിലും കാര്യങ്ങളും അതുപോലെ തന്നെ പല പൊതുവേദികളും നമ്മൾ ചർച്ച ചെയ്തതാണ്. സി ഹംസയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ന് സമസ്തയുടെ സംഘടനയ്ക്കുള്ളിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. സമസ്ത അദ്ദേഹത്തെ സംഘടനയുടെ ചട്ടക്കൂടുകൾക്കുള്ളിൽ സംരക്ഷിച്ച് നിർത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള, അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള ഈ ഷിഈ അഖീദ അത് പല തവണയായി അദ്ദേഹം പുറത്ത് പ്രകടിപ്പിക്കാറുണ്ട്, പുറത്ത് പറഞ്ഞിട്ടുണ്ട്. ഷിയാക്കളുമായി കൊണ്ട് ബന്ധപ്പെട്ട ആഘോഷ ദിവസങ്ങളിൽ അവർ പ്രത്യേകമായി കേരളത്തിൽ രഹസ്യ കേന്ദ്രങ്ങളിൽ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും അത് ചില സന്ദർഭങ്ങളിൽ അതവർ പുറത്തേക്ക് വിടുകയും ചെയ്യാറുണ്ട്. ഈ നമ്മൾ കേട്ട ഈ ക്ലിപ്പിൽ കഴിഞ്ഞ മുഹറം 10 അന്ന് കർബല ആഘോഷത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നടത്തിയൊരു സംസാരമാണ്. അതിൽ എന്താണോ കർബലയുമായിക്കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഷിയാക്കൾ സുന്നികൾക്കെതിരെ, സഹാബികൾക്കെതിരെ ആരോപണമായിക്കൊണ്ട് പറയാറുള്ളത്, അതിൻ്റെ തനി ആവർത്തനം തന്നെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ളത്. ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അത്ഭുതമൊന്നും ഇല്ല. കാരണം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഷിയ ആരോപണം വന്ന സന്ദർഭത്തിൽ അയാളെ സംരക്ഷിക്കാൻ വേണ്ടി സത്യധാര 2015 ഏകദേശം ഒരു 8-9 കൊല്ലത്തോളമായി മുമ്പ് അവരിറക്കിയൊരു പതിപ്പാണത്. എന്നിട്ടും അവരെന്നെ ഷിയയിച്ചാരനാക്കി. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അഖീദ സമ്പൂർണ്ണമായി വിശ്വസിച്ചാദരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അഹ്ലുബൈത്തിനെ അഗാധമായി സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ടും അവരെന്നെ ഷിയയിച്ചാരനാക്കിയെന്നാണ്. യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ സമ്പൂർണ്ണമായി വിശ്വസിച്ചാചരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രസംഗം നടത്താൻ സാധിക്കുകയില്ല. കാരണം ഇതിൽ ഇദ്ദേഹം ഒന്ന് അബൂ സുഫിയാൻ റളിയല്ലാഹുവിനെ നിന്ദിക്കുന്നുണ്ട്, രണ്ടാമത് അദ്ദേഹത്തിൻ്റെ മകനായ മുആവിയ റളിയല്ലാഹു നിന്ദിക്കുന്നുണ്ട്, പിന്നെ അലി റളിയല്ലാഹുവിൻ്റെ പേരിൽ കളവ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ചും ഹസൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ചൊക്കെ ഷിയാക്കൾ എന്താണോ അവരുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതപ്പടി പറയുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരു ഷിഈ അഖീദ സ്വീകരിച്ച ആളാണെന്ന് അദ്ദേഹത്തെ ഷിയാക്കാൻ വേണ്ടി പറയില്ല, അത് അദ്ദേഹവും നിഷേധിക്കാറില്ല. ഇനി മാത്രമല്ല, ഇതിൽ തന്നെ ഈ അഭിമുഖത്തിൽ തന്നെ
ഇതിൽ അവസാനം അതിൻ്റെ ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അതായത് മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ അത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കാൻ കഴിയാത്ത ദിവസങ്ങളാണ് എന്നൊക്കെ അദ്ദേഹം കൃത്യമായിക്കൊണ്ട് പറയുന്നുണ്ട്. അഥവാ അവരുടെ ഇദ്ദേഹം പറയുകയാണ്, അഹ്ലുബൈത്ത് കേരളം ഒന്നാകെ ആദ്യകാല സമീപത്തോടും പാരമ്പര്യത്തിലും പരിപൂർണമായി ഒട്ടിച്ചേരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, അതായത് കർബല സംഭവം അത്ര നിസ്സാരമായി ഒന്നായി ഞാൻ കാണുന്നില്ല. അത് അഹ്ലുബൈത്തിനെ വംശനാശം വരുത്താൻ വേണ്ടി ആവിഷ്കരിച്ച സംഭവമായിരുന്നു. അവരെ ഉന്മൂലനം ചെയ്ത ഹസ്രത്ത് ഇമാം ഹുസൈനെ അത്ര നീചമായി വധിച്ച ആ സംഭവത്തോളം സമീപനം മുഹറം 10 വരെ ഫിഖ് അനുസരിച്ച് കർമ്മങ്ങളും നല്ല കാര്യങ്ങളും ശരിയാവുകയില്ല എന്നല്ല, മറിച്ച് സന്തോഷമുള്ളത് നമുക്ക് ചെയ്യാനാവുകയില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ മുഹറം 1 മുതൽ 10 വരെ ഒരു സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയില്ല എന്ന് അഹ്ലുസുന്നക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല, അത് ഷിയാക്കൾക്ക് വിശ്വാസം. അപ്പോൾ ഇദ്ദേഹം തൻ്റെ ഈ ഷിയായിസത്തെ പ്രതിരോധിക്കാൻ വേണ്ടി കൊടുത്ത അഭിമുഖത്തിൽ പോലും അദ്ദേഹം ഷിയായിസം കുത്തിത്തിരിക്കുന്നുണ്ട്. മാത്രമല്ല, കേരളത്തിൽ ആദ്യമായിക്കൊണ്ടുണ്ടാക്കിയ ഷിയ സംഘടനയാണ് സഖലൈൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടന, കേരളത്തിൽ കൊച്ചി അടിസ്ഥാനമാക്കി. ആ സഖലൈൻ ഫൗണ്ടേഷൻ്റെ അതിൻ്റെ ഫൗണ്ടർമാർ, അതിൻ്റെ പ്രഥമ യോഗത്തിൽ പങ്കെടുത്ത ഒരാൾ CMC ആണ്. ഇതൊക്കെ നമ്മൾ പലതവണ പറഞ്ഞതാണ്. സമസ്തക്കാർ ഇതൊക്കെ കണ്ടിട്ടും കാണാത്തതുപോലെ കണ്ണടച്ച് നടിക്കുകയാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അദ്ദേഹം എന്തോ ആകട്ടെ, ഷിയ ആകട്ടെ, സുന്നി ആകട്ടെ, എന്തോ ആകട്ടെ, നമുക്കത് തർക്കമുള്ള വിഷയമല്ല. അതേസമയത്ത് ഇദ്ദേഹം ഈ പറയുന്ന കളവുകൾ അതിന് സമസ്ത ഉത്തരവാദിയാണ്. അതെ, ഇദ്ദേഹം ഒരു സമസ്തയുടെ ഉള്ളിൽ നിന്ന് ആ സമസ്തയുടെ ചിറകിൻ്റെ കീഴിൽ ഇപ്പോഴും അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റുകയും സ്ഥാപനങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴും ഇദ്ദേഹം നിരന്തരമായി ഷിയായിസം, അവരുടെ പിഴച്ച അഖീദയും സഹാബത്തിനെ ചീത്ത പറയുന്ന അഖീദയും നിരന്തരം പറഞ്ഞിട്ടും സമസ്ത എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നത് ഇപ്പോഴും ദുരൂഹമായിക്കൊണ്ട് തുടർന്നൊരു വസ്തുതയാണ്. ഇയാൾ ഇനി പറഞ്ഞ വസ്തുത എന്ന് വെച്ചാൽ ബനു ഉമ്മയും ബനു ഹാഷിമും തമ്മിൽ തർക്കമുണ്ടായിരുന്നു, ആ ശത്രുത ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ബനു ഉമ്മയ്യയിൽപ്പെട്ട ആളുകളാണ് മഹാൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്തൊക്കെ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിൽ എന്ത് തർക്കമാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ലേ? അതുപോലെ തന്നെ അബൂ സുഫിയാൻ റളിയല്ലാഹുവിൻ്റെ മകളല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചത്? പിന്നെ എന്ത് ശത്രുതയുള്ള അവിടെ? അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഷിയാക്കൾ ഉണ്ടാക്കിയൊരു പ്രോപ്പഗണ്ട കേരളത്തിൽ ഇറക്കുമതി ചെയ്യാൻ മെല്ലെ. പിന്നെ ഇദ്ദേഹം പറയാണ്, അബൂ സുഫിയാൻ റളിയല്ലാഹുവിന് മക്കം ഫത്തിന് അന്ന് ഇസ്ലാം സ്വീകരിച്ചതാണ്. അപ്പോൾ അത് ഒരു നിർബന്ധ സാഹചര്യത്തിൽ ഇസ്ലാം സ്വീകരിച്ചതല്ലേ? അങ്ങനല്ല. മക്കം ഫത്തിൻ്റെ അന്ന് ഇസ്ലാം സ്വീകരിച്ചവിടെ ഇസ്ലാം സ്വീകരണം ശരിയില്ലെന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല. അത് വിശുദ്ധ ഖുർആൻ തന്നെ ഉണ്ട്. മക്കം ഫത്തിൻ്റെ അതിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചവരും മക്കം ഫത്തിന് ശേഷം ഇസ്ലാം സ്വീകരിച്ചവരും ദർജയിൽ വ്യത്യാസമുണ്ട്. കാരണം ഇസ്ലാമിൻ്റെ ഒരു എന്താ പറയുക, വിജയത്തിന് ശേഷം അത്ര റിസ്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്തവർക്ക് ഷഹാദത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്, കിട്ടും, ജിഹാദിൻ്റെ കൂലികൾ കിട്ടും. ആ ഒരു കൂലിയിൽ വ്യത്യാസം ഉണ്ടാകുമെന്നല്ലാതെ അവർ സഹാബികളല്ലെന്നോ അവർ ഇസ്ലാമികമല്ലെന്നോ അവിടെ ഇസ്ലാം ശരിയല്ലെന്നോ പറയുന്നത് ശരിയില്ല. അത് കേരളത്തിൽ തുടങ്ങി വെച്ചത് ചേകനൂരാണ്. ആ ചേകനൂരിൻ്റെ പാതയിൽ തന്നെയാണ് ഇവരും യഥാർത്ഥത്തിലുള്ളത്. അപ്പോൾ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു നിർബന്ധമായിട്ട് ഇസ്ലാം സ്വീകരിച്ചതല്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്തിന് വരുന്നതിൻ്റെ മുമ്പ് തന്നെ അദ്ദേഹത്തിന് മുന്നിൽ ഇസ്ലാം കടക്കുകയും അദ്ദേഹം അങ്ങോട്ട് ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരുമ്പോൾ അദ്ദേഹം അങ്ങോട്ട് ചെന്ന് പ്രവാചകനെ സ്വീകരിക്കുകയും അങ്ങനെയാണ് പ്രവാചകൻ അദ്ദേഹം മുസ്ലിമായതിന് ശേഷമാണ് അബൂ സുഫിയാൻ്റെ വീട്ടിൽ ആരെങ്കിലും മക്കം ഫത്തിൻ്റെ അന്ന് പ്രവേശിച്ചാൽ അവൻ നിർഭയനാണ് എന്ന് പ്രവാചകൻ പറയാനും കാരണം. പിന്നെ ഇയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ മുആവിയ റളിയല്ലാഹു, അതാണ് അബൂ സുഫിയാനുമായിക്കൊണ്ട് ബന്ധപ്പെട്ട വിഷയം. പിന്നെ മുആവിയ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് വളരെ അറിയപ്പെട്ടൊരു ചരിത്ര സത്യമാണ്, അദ്ദേഹം പ്രവാചകൻ്റെ എഴുത്തുകാരനായിരുന്നു എന്നുള്ളത്. ഇയാളിതിൽ പ്രസംഗത്തിൽ പറയുന്നത് മുആവിയ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ എഴുത്തുകാരെങ്ങനെ, മുആവിയ റളിയല്ലാഹു അൻഹു മക്കത്തല്ല മദീനത്തല്ല. അപ്പോൾ ചരിത്രത്തിൽ അത്രയും വലിയൊരു വിഡ്ഢിത്തമാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. കാരണം മുആവിയ റളിയല്ലാഹു അൻഹു മക്ക ഫത്തിന് ശേഷം മദീനയിൽ വന്നു, അത് ചരിത്രത്തിലുണ്ട്. മദീനയിൽ വന്നു മാത്രമല്ല, കുറച്ചു കാലം അദ്ദേഹം മദീനയിൽ നിന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലും അദ്ദേഹം മദീനയിലുണ്ട്. മദീനയിൽ അദ്ദേഹത്തിന് കൃഷിയിടങ്ങളും തോട്ടങ്ങളും വരെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഇനി ഇദ്ദേഹം പ്രവാചകൻ്റെ എഴുത്തുകാരനാണോ അല്ലേ? ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്,
കാലം പിന്നെ അദ്ദേഹം പറയാണ് മുആവിയ തജഅലുഹു കാത്തിബൻ ബൈന യദൈക, നബിയെ നിങ്ങൾ മുആവിയെ എഴുത്തുകാരനായി സ്വീകരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അഥവാ നിങ്ങളുടെ ഖുർആൻ എഴുതുന്ന എഴുത്തുകാരുടെ കൂട്ടത്തിൽ എൻ്റെ മകൻ മുആവിയും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ, പ്രവാചകനോട് അബൂ സുഫിയാൻ പറഞ്ഞപ്പോൾ ഖാല നഅം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു കൊടുത്തു. മാത്രമല്ല ഇത് ചരിത്രത്തിൽ അറിയപ്പെട്ട കാര്യമാണ്. മുആവിയ റളിയല്ലാഹു അൻഹു എഴുത്തുകാരനായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടുണ്ട്. പ്രവാചകൻ്റെ അളിയനാണ്, ഖാലുൽ മുഅ്മിനീനാണ് എന്നൊക്കെ വളരെ ചരിത്രത്തിൽ അറിയപ്പെട്ട കാര്യമാണ്. പിന്നെ ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു മുആവിയ റളിയല്ലാഹു അൻഹുവിനേക്കാളും ഞാൻ പിന്നെ ഉഷാറാകുമായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു ചതിയും കളവും പറയുന്ന, ചതിയും വഞ്ചനയും നടത്തുന്ന ആളല്ലായിരുന്നുവെങ്കിൽ. യഥാർത്ഥത്തിൽ ഈ സംശയെ നമ്മൾ പിന്നെ ആധികാരികമായിക്കൊണ്ട് തെളിയിക്കാൻ ആവശ്യപ്പെടുക. എവിടെയാണ് അലി റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു വാചകം പറഞ്ഞതായിക്കൊണ്ട് സ്വഹീഹായ പരമ്പരയിൽ നിങ്ങൾക്ക് തെളിയിക്കണം. സമസ്തക്കതിന് ഉത്തരവാദിത്തമുണ്ട്. ഒരു സഹാബിയെക്കുറിച്ച് പച്ചയായ കളവ് ഈ സമൂഹത്തിൽ പരസ്യമായി പറഞ്ഞിട്ട് ഈ സഹാബി നിന്ന നടത്തിയിട്ട്, ഇത് സിന്ദീഖീങ്ങളുടെ മതനിഷേധികളുടെ ചര്യയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെട്ട, അള്ളാഹു തൃപ്തിപ്പെട്ട, മുഅ്മിനീങ്ങൾ തൃപ്തിപ്പെട്ട, മുഅ്മിനീങ്ങൾ ബൈഅത്ത് ചെയ്ത ഒരു ഇസ്ലാമിക ഭരണാധികാരിയും പ്രവാചകൻ്റെ അളിയനും ഖാലുൽ മുഅ്മിനീൻ വിശ്വാസികളുടെ അമ്മാവനുമായ ഒരു സഹാബിയെക്കുറിച്ച് ഇത്ര മോശമായ, ഏറ്റവും കേട്ടാൽ അറപ്പുളവാക്കുന്നൊരു കളവ് ഒരു സമസ്തൻ്റെ നേതാവ് പറഞ്ഞിട്ട് ഈ കാര്യം തെളിയിക്കാൻ സമസ്തക്ക് ഉത്തരവാദിത്തമുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് സമസ്ത തെളിയിക്കണം. അലി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ചതിയനാക്കി, ചതിയനല്ലെങ്കിൽ, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സഹാബി മുആവിയ റളിയല്ലാഹു അൻഹു പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് ശരിയാണ്. അലി റളിയല്ലാഹു അൻഹു പിന്നെ മുആവിയ റളിയല്ലാഹു യുദ്ധം നടന്നിട്ടുള്ളത് ശരിയാണ്. പക്ഷേ അതവർക്കിടയിൽ പിന്നെ ഈ രൂപത്തിലുള്ള ഒരു പിന്നെ വൃത്തികേടുകളോ അല്ലെങ്കിൽ രൂപത്തിലുള്ള കാര്യങ്ങളോ പറയുന്നതിലേക്ക് എത്തിച്ചിരുന്നില്ല. അപ്പോൾ അത് തെളിയിക്കേണ്ട ബാധ്യത സമസ്തക്കുണ്ട്. പിന്നെ ഇദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ മുആവിയ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ വിഷം കൊടുത്ത് കൊന്നു എന്നാണ് അദ്ദേഹം ഉദ്ധ്വനിപ്പിക്കുന്നത്. അതും തെളിയിക്കണം. ഇതൊക്കെ ഷിയാക്കളുടെ ഈ പഴംപുരാണങ്ങൾ ഈ സുന്നികളുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നിന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം സമസ്ത കൂടി ഏറ്റെടുക്കണം. ഇനി ഇത് സമസ്തൻ്റെ തലയിൽ തന്നെ കെട്ടിവെക്കും ഞങ്ങൾ. കാരണം അല്ലെങ്കിൽ ഇയാൾക്ക് സമസ്തയായിട്ട് ബന്ധമില്ല. AP സമസ്തക്കാർ പറഞ്ഞല്ലോ ഇയാൾ ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ അവർക്ക് വരെ മനസ്സിലായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു ദുരൂഹത ഈ വിഷയത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വാസ്തവവിരുദ്ധമാണ്. അഹ്ലുസുന്നയുടെ അഖീദ അല്ല ഇയാളുടെ അഖീദ എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒറ്റ സംസാരം കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമാണ്. ഇവിടെ മുസ്ലിം നമുക്കറിയാം, ഈ ഷിയാക്കൾ ഇല്ലാത്ത ഒരുപാട് കഥകൾ മെനഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ചരിത്രം പറയുന്നത്. ശരിയായ രൂപത്തിലുള്ള ചരിത്രം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബാക്കളുടെയും ശരിയായ ചരിത്രം നമുക്ക് വ്യക്തമായി ഇവിടെയുണ്ട്. എങ്കിൽ പോലും ഇങ്ങനെ കള്ളക്കഥകൾ പറയുമ്പോൾ ഒന്നുകൂടി നമ്മൾ ഈ വ്യക്തമായ ഒരു കഥ അല്ലെങ്കിൽ ഒരു ചരിത്രം എടുത്തുദ്ധരിക്കേണ്ടതില്ലേ? പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇസ്ലാമിൻ്റെ ചരിത്രം എന്നത് പിന്നെ ദീനിൻ്റെ സംരക്ഷണമാണ് ഇസ്ലാമിൻ്റെ ചരിത്രം. അപ്പോൾ ആ ചരിത്രത്തിൽ കൈകടത്തൽ നടത്തുക അല്ലെങ്കിൽ ആ ചരിത്രത്തെ കൃത്രിമം നടത്തി സമൂഹത്തിൻ്റെ മുമ്പിൽ പിന്നെ പ്രതിഫലിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും വിജയിക്കുന്നൊരു കാര്യമല്ല. താൽക്കാലിക ലാഭത്തിന് വേണ്ടി എന്തു ചെയ്യാം, പലതും ചെയ്യാം. പക്ഷേ അള്ളാഹുവിൻ്റെ ദീനിന് കോട്ടം സംഭവിക്കുന്ന, വിള്ളൽ വീഴുന്ന രൂപത്തിൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഇടപെടാൻ കഴിയൂല. കാരണം അള്ളാഹുവിൻ്റെ സംരക്ഷണമാണ് അവൻ്റെ ദീനിന് ഉള്ളത്. ഇപ്പോൾ ഷിയാക്കൾ, ഖവാരിജുകൾ അവരൊക്കെ ഒരുപാട്, ഇപ്പോൾ മുനാഫിക്കുകൾ എല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായി അവരെന്തായിട്ടുണ്ട്, ഈ കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇതുവരെ എന്തായിട്ടില്ല, അത് വിജയിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും തമ്മിലുണ്ടായിരുന്ന ഖിലാഫ്, വ്യത്യാസം എവിടെയായിരുന്നു, അത് ചരിത്രത്തിൽ വ്യക്തമാണ്. കാരണം മുആവിയ റളിയല്ലാഹു അൻഹുവിന് ഖലീഫ ആകണമെന്നോ അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവിനേക്കാളും ഞാനാണ് അർഹൻ എന്നൊന്നുമല്ല ഇവിടുത്തെ ഖിലാഫ്. ആ രൂപത്തിലാണ് ഇവരെന്ത് ചെയ്യണത്, വരുത്തി തീർക്കുന്നത്. അതല്ല ഇവിടെ ഖിലാഫ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ, ആ ഘാതകനെയാണ് പിടിക്കേണ്ടത്. അത് പിടിച്ചിട്ട് എന്ത് ചെയ്യുക, അലി റളിയല്ലാഹു അൻഹു തന്നെ ഖലീഫയായി ബയ്യത്ത് ഏൽപ്പിച്ച് അങ്ങനെ തുടരാം എന്ന ആ അഹ്ലുസുന്നയുടെ കൃത്യമായ നിലപാടിൽ തന്നെയാണ് സ്വഹാബത്തൊക്കെ ഉള്ളത്.
അല്ലാതെ ഇവർ പറയുന്ന പോലത്തെ പ്രശ്നങ്ങൾ പിന്നെ അധികാരം കിട്ടാനുള്ള കൊതി കൊണ്ടായിരുന്നു, മക്കളെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള കൊതിയായിരുന്നു, ആ ഒരു വിഷയം തന്നെ അവിടെ ഇല്ല. അപ്പോൾ ചരിത്രത്തെ ശരിയാം വിധം വായിച്ചാൽ ഇതൊക്കെ എന്ത് ചെയ്യും, ബോധ്യപ്പെടും. പിന്നെ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക്ക് വരുന്ന രംഗമൊക്കെ ചരിത്രത്തിൽ പച്ചവെള്ളം പോലെ വ്യക്തമാണ്. അതൊക്കെ മൂടി വെക്കുകയാണ്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെ നിർബന്ധിച്ച് ഇസ്ലാമികൾ കൊടുന്നതാണ്. ശരിക്കും ഖുർആൻ ഒരു ആവൃത്തി ഇവർ പഠിച്ചിരുന്നെങ്കിൽ ഈ നിലക്കൊരു കള്ളത്തരം പറയേണ്ട അവസ്ഥ അവർക്ക് ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതാണ്, അഫ അൻത തുക്രി ഉന്നാസ് ഹത്താ യകൂനു മുഅ്മിനീൻ. അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ എല്ലാവരെയും ഹിദായത്തിലാക്കാൻ ഒരു പണിയില്ല. പ്രവാചകരെ, നിങ്ങൾ ജനങ്ങളൊക്കെ വിശ്വാസികളാകാൻ വേണ്ടി അവരെ നിർബന്ധിക്കുകയാണോ? അങ്ങനെ അള്ളാഹ് ചോദിച്ചൊരു കാര്യം. എന്നിട്ട് ഇവർ കള്ളത്തരം എന്ത് ചെയ്യുക, കളവിലൂടെ ചരിത്രം മെനഞ്ഞുണ്ടാക്കിയിട്ട് നബി നിർബന്ധിച്ചിട്ടാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക്ക് വന്നതെന്ന് വരുത്തി തീർക്കുക. അപ്പോൾ ഇങ്ങനെ കള്ളത്തരങ്ങളിലൂടെ ജനങ്ങളെ കൊണ്ടുപോകുക എന്നുള്ള ഒരു പണിയാണ് ഇവർ നടത്തുന്നത്. പിന്നെ അതുമല്ല, ഇപ്പോൾ എത്ര സ്വഹാബികളെ വിഷയം ഇവിടെ പറഞ്ഞു, ഇവർ അവഹേളിക്കുകയാണ്, നിന്ദിക്കുകയാണ്. കുൻതും ഖൈറ ഉമ്മ, അഥവാ അള്ളാഹുവിൻ്റെ ദീനിനെ ആർക്കും മാതൃകയാക്കാവുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി പകർത്തിയ ആളുകളാ സ്വഹാബത്ത്. ആ സ്വഹാബത്തുകൾ ഏറ്റവും ഖൈറായ ഉമ്മത്താണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ സ്വഹാബത്തുകളെ പരസ്യമായി അവഹേളിക്കുന്ന, നിന്ദിക്കുന്ന ഒരു പ്രവണതയാണ് ഈ വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതുമല്ല, ഇവിടെ ശരിക്കൊരു രണ്ട് മുഖമാണ്, ശരിക്കും ഒരു മുഖമല്ല. അതായത് ഒന്ന്, ഇവർ ഉണ്ടാക്കിയ ചരിത്രമാണ് ഇസ്ലാമിൻ്റെ ശരിയായ ചരിത്രം എന്ന് അവതരിപ്പിക്കുക, അതൊരു മുഖം. എന്നിട്ട് അത് ചോദ്യം ചെയ്യുമ്പോൾ ഇവരെന്ത് ചെയ്യുക, ഞങ്ങൾ ഇസ്ലാമിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്, ഇസ്ലാമിൻ്റെ ധാരയിൽ തന്നെയാണെന്ന് വരുത്തി തീർക്കുക. ശരിക്കും ഷിയാക്കളെ ഒരു ആശയമാണ് തഖിയ എന്നുള്ളത്. മനസ്സിൽ ഉള്ള വിശ്വാസം മൂടി വെച്ച് നടക്കുക എന്നുള്ളത് ഷിയാക്കളുടെ ഒരു നയമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സമസ്തക്കാർ ചെയ്യുന്ന എല്ലാ ഖുറാഫത്തും ബിദഅത്തും ഒക്കെ ചെയ്യും, എന്നാൽ ഞങ്ങൾ അഹ്ലുസുന്ന എന്ന് പറയും ചെയ്യും. അഹ്ലുസുന്ന എന്നുള്ള ആ പേര് സ്വീകരിക്കാതെ ഓർക്ക് ഒരു ഖുറാഫത്ത് കൊണ്ടും പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഇവരെ കേൾക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇവരുടെ ചതി വലയിൽ കുടുങ്ങിപ്പോയ ആളുകൾ ശരിക്കും ഓർക്കേണ്ടത്, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിക്കുന്ന ഒരാൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ കോപം ആഗ്രഹിക്കുന്ന ഒരാൾ, ഇത് രണ്ടും ഒന്നല്ല. ശരിക്കും ഈ സിഹംസയെ പോലുള്ള ആളുകൾ ഇപ്പോൾ ഈ സമസ്തയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന പണി എന്താ വെച്ചാൽ, അള്ളാഹുവിൻ്റെ കോപം വാരി വാങ്ങുകയാണ്. അതിങ്ങനെ മാന്തെടുക്കുക എന്ന് പറയില്ലേ, ആ പണിയാണ് ഈ ചങ്ങായിമാരൊക്കെ ചെയ്യണത്. കാരണം ഖുർആൻ നമ്മളോട് ഗൗരവത്തിൽ ചോദിച്ച ഒരു കാര്യമാണ്, അഫമനിത്തബഅ റിളവാനല്ലാ കമം ബാഅ ബിസഖ്തിൻ മിനല്ലാഹ്. അള്ളാഹുവിൻ്റെ തൃപ്തി പിൻപറ്റുന്ന, അത് കിട്ടണമെന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരുത്തനെ പോലെയാണോ അള്ളാഹുവിൻ്റെ കോപം വാങ്ങുന്ന ആളുകൾ? ഒരിക്കലും അല്ല. അപ്പോൾ ഇത് സ്വഹാബത്തിനെ നിന്ദിക്കുക എന്ന ആ സ്വഭാവം ലോകത്ത് പ്രചരിപ്പിച്ച ഷിയാക്കളെ പിൻപറ്റി ആ ഷിയായിസം വിറ്റഴിക്കുകയാണ് ഇവിടെ. ആ ഷിയായിസം വിതരണം ചെയ്യാനുള്ള ഒരു മാർക്കറ്റായി സമസ്തയെ ആരെടുത്തു? സിഹംസയെ പോലുള്ള ആളുകൾ എടുത്തു എന്നതാണ് സമസ്ത നേതൃത്വം വരെ തിരിച്ചറിയേണ്ട ഒരു സംഗതി. അതാണ് ഇവരുടെ വാക്കിലും ഇവർ നിർമ്മിച്ച് അവതരിപ്പിക്കുന്ന കഥകളിലും സാധാരണക്കാർ അകപ്പെട്ടു പോകാതിരിക്കാൻ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണമെന്നുകൂടിയാണ് സൂചിപ്പിക്കാനുള്ളത്.